നമുക്കിഷ്ടമുള്ള പോലെ ഒരു ലൈഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളെല്ലാം ലൈഫിൽ നിന്ന് അവോയ്ഡ് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ലൈഫിൽ ഞാൻ കുറേ കാലമായിട്ട് മെല്ലെ മെല്ലെ ഒഴിവാക്കിയ ഒരു 30 കാര്യങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ആണ്. അതിലാദ്യം ഞാൻ ഒഴിവാക്കാൻ ശ്രമിക്കുന്ന കാര്യമാണ് ഓവർ തിങ്കിങ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം പോകാൻ ചാൻസ് ഉള്ളപ്പോഴൊക്കെ ഞാൻ നേരെ ഓവർ തിങ്കിങ്ങിലേക്ക് കടക്കും. പലപ്പോഴും ഇല്ലാത്ത പ്രശ്നങ്ങൾ, ഹെൽത്ത് വൈസ് ആണെങ്കിലും മെൻ്റൽ പീസ് ആണെങ്കിലും ഇല്ലാത്ത പ്രശ്നങ്ങൾ ഈ ഓവർ തിങ്കിങ് കാരണം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ കൃത്യമായി ചിന്തിക്കും, ഇതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ അല്ലയോ. കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ ആ ഒരു തോട്ടില്ലേ, ഇതെനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതാണ്, അങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം കിട്ടും. അല്ല, ഞാൻ പിന്നെ വിഷമിച്ചിട്ട് കാര്യമില്ല, ചിന്തിച്ചിട്ട് കാര്യമില്ല, എൻ്റെ കൺട്രോളിലില്ലാത്ത കാര്യമല്ലേ. ഇനി കൺട്രോളിലുള്ള കാര്യമാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ, അതോ വേറെ ആരെങ്കിലും ആണോ എന്തെങ്കിലും ചെയ്യേണ്ടത്, അയാളെ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റാത്ത ഒരാളാണെങ്കിൽ അഗെയിൻ അത് എൻ്റെ കൺട്രോളിലില്ലാത്ത കാര്യമാണ്. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ വ്യക്തമായിട്ട് അതിനെക്കുറിച്ച് ചിന്തിച്ച് എൻ്റെ കൺട്രോളിലുള്ളതാണെങ്കിൽ ഞാൻ തിങ്ക് ചെയ്യും, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാണ്ട് ഞാൻ നെക്സ്റ്റ് കാര്യത്തിലേക്ക് കടക്കും. ഇത് പറയുന്നത്ര എളുപ്പമല്ല, എന്നാലും പണ്ടത്തെ എന്നെ കമ്പയർ ചെയ്യുമ്പം ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഈ കാര്യം ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ. രണ്ടാമത്തെ കാര്യം നെഗറ്റീവ് സെൽഫ് ടോക്ക്. ഇത് ഞാൻ പൊതുവെ ഇംഗ്ലീഷ് പഠിക്കാൻ വരുന്ന ആൾക്കാരോട് പറയാറുള്ളതാ, എനിക്ക് പറ്റില്ല അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ പറ്റില്ല എന്ന്. ഞാൻ ഇങ്ങനത്തെ ഒരാളായിരുന്നു. എന്തൊരു കാര്യമാണെങ്കിലും അയ്യോ ഞാനോ, നിങ്ങൾക്ക് എന്താ എന്നെക്കുറിച്ച് ഇത്രയും വിശ്വാസം, എനിക്ക് എൻ്റെ മുകളിൽ ഇത്രയും വിശ്വാസമില്ലല്ലോ എന്നുള്ള രീതിയിലാണ് എൻ്റെ എല്ലാ സംസാരങ്ങളും ഉണ്ടായിരുന്നത്. ഒരിടയ്ക്ക് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ടീച്ചർ അത് പോയിൻ്റ് ഔട്ട് ചെയ്യുകയും ചെയ്തു, തീരെ കോൺഫിഡൻസ് ഇല്ലല്ലോ ഇയാൾക്കെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ടീച്ചർക്ക് എന്നെ അറിയാഞ്ഞിട്ട്, എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, എനിക്കത് പറ്റില്ല എന്നുള്ള കാര്യം. അങ്ങനെ ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അത് ഇടയ്ക്കിടയ്ക്ക് റീഇൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറയും അങ്ങനെ സ്വയം. അങ്ങനെ അത് വലിയൊരു പ്രശ്നമാണ് എൻ്റെ ജീവിതത്തിൽ നിന്ന്. കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ അത് റിയലൈസ് ചെയ്തപ്പോൾ മുതൽ ഞാൻ കുറച്ചുകൂടി നന്നായിട്ട് എന്നോട് സംസാരിക്കാൻ, നമ്മളെപ്പോഴും സെൽഫ് ടോക്കല്ലേ കൂടുതൽ നടത്തണേ. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് നടന്നില്ലെങ്കിൽ സാരമില്ല, ഇപ്പം നടന്നില്ല, പക്ഷെ ഒരു തവണ കൂടെ ശ്രമിച്ചാൽ നടക്കാം, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ എവിടെയാണ് പ്രശ്നം അതൊന്ന് സോൾവ് ചെയ്താൽ മതി, നമ്മളെപ്പോലത്തെ എല്ലാവർക്കും പറ്റുന്നത് തന്നെയാണ്. അങ്ങനെ സ്വയം ഇങ്ങനത്തെ കാര്യങ്ങൾ പറയണത് കുറച്ചുകൂടെ കോൺഫിഡൻസും ബൂസ്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്കും നമ്മളോടൊരു ഇഷ്ടം ഉണ്ടാവുന്നത്, നമുക്ക് ആരൊക്കെ ഉണ്ട് എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കും. നമുക്ക് തന്നെ നമ്മളെ ഇഷ്ടമില്ലാത്തപ്പം വേറെ ആരും നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യില്ല. മൂന്നാമത്തെ കാര്യമാണ് കമ്പാരിസൺ. ചെറുപ്പത്തിലൊക്കെ നമ്മളെ വളർത്തി വരുന്ന ഒരു കാര്യമാണ് അങ്ങനെ കമ്പയർ ചെയ്തിട്ടല്ലേ, അയാൾക്ക് എത്ര മാർക്കുണ്ട്, ഇയാൾക്ക് എത്ര മാർക്കുണ്ട്, ഇയാൾ എത്ര നന്നായി ചെയ്തു, ഇയാളുടെ സ്വഭാവം കണ്ടോ. ഇത് കോൺസ്റ്റൻ്റ്ലി ചെറുപ്പത്തിലൊക്കെ കേട്ട് വളരുമ്പോൾ നമ്മൾ ശരിക്കും വിചാരിക്കും ഞാൻ പോരാ എങ്ങനെ ആദ്യത്തെ പോയിന്റിലേക്ക് വരും. ഈ കമ്പാരിസൺ എന്താണെന്ന് ഞാൻ ഈ പാരൻറ്റിങ് ഒക്കെ തുടങ്ങിയപ്പോഴാണ് അതിനെക്കുറിച്ച് കൂടുതലും അതിൻ്റെ ഓരോരോ എഫക്റ്റുകൾ മനസ്സിലാക്കുന്നത്. എന്നാൽ കമ്പാരിസൺ എന്ന് പറയുന്നത് ടോട്ടലി മോശമായൊരു കാര്യമല്ല, അത് സ്ട്രാറ്റജിക്കായിട്ട് യൂസ് ചെയ്യാൻ പറ്റണം. ഇപ്പോൾ നമ്മൾ ടിപ്പിക്കലി കാണുന്ന കമ്പാരിസണില്ലേ, നീ കൊള്ളൂല അവളുടെ കണ്ടോ നല്ലതാണല്ലോ, അങ്ങനെ കമ്പയർ ചെയ്യുന്നത് ഒട്ടും ഗുണകരമല്ല. പക്ഷെ നമ്മൾ അയാൾക്കത് സാധിച്ചു, അതെന്തുകൊണ്ടാണ് സാധിക്കണേ, എന്നാൽ എനിക്കും അത് പറ്റാവുന്നതാണല്ലോ, ആ രീതിയിൽ അതിനെ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ അഡ്വാൻറ്റേജിനാക്കുന്നത് നല്ലതാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ കമ്പാരിസണൊക്കെ കുറച്ചുകൂടെ ഒന്ന് നല്ല രീതിയിലാക്കി മാറ്റിയിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും 100% ഇംപ്ലിമെൻറ്റ് ചെയ്തു എന്നല്ല, പക്ഷേ ഇതിലൊക്കെ ഞാൻ വളരെയധികം എഫേർട്ട് എടുത്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. എന്നാൽ പലപ്പോഴും ഞാൻ പുറകോട്ട് സ്ലൈഡ് ചെയ്യാറുണ്ട്, പക്ഷേ അപ്പം ഞാൻ എന്നെ തന്നെ റിമൈൻഡ് ചെയ്യിക്കാറുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ അച്ചീവ് ചെയ്ത് അടിപൊളിയായി അങ്ങനെയല്ല കേട്ടോ, കുറേ പ്രോഗ്രസ് ഈ ഒരു മേഖലകളിലൊക്കെ വരുത്തിയപ്പം നമ്മൾ ലൈഫ് തന്നെ കുറച്ച് സിമ്പിൾ ആവുന്നുണ്ട്. അടുത്ത കാര്യമാണ് വാലിഡേഷൻ സീക്ക് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൊള്ളാമോ, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മുടെ അടുത്ത് പറയണത് നല്ലതാണെന്ന്, അല്ലെങ്കിൽ മോശമാണ്, അല്ലെങ്കിൽ കൊള്ളാം, ഇതൊക്കെ വേറൊരാൾ പറഞ്ഞാലേ എനിക്ക് ശരിയാവുള്ളൂ. അങ്ങനെ ഒരു അപ്രൂവലിന് നിൽക്കാണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് വാലിഡേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത് കൊള്ളാം, അല്ലെങ്കിൽ ഇത് പോരാ, ഒന്നുകൂടെ നന്നാക്കാം എന്ന് ഞാൻ തന്നെ അങ്ങ് പറയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കോൺഫിഡൻസ് കിട്ടാൻ തുടങ്ങി കേട്ടോ. ഇതിലൊരു കാര്യമുള്ളത്, നമ്മൾ വേറെ ആൾക്കാർ നല്ലതാണ് നല്ലതല്ല എന്ന് പറയുമ്പം ആ റിസൾട്ടിൽ ഫോക്കസ് ചെയ്യാണ്ട് അവരോട് കൂടുതൽ നമ്മൾ ചോദിക്കുക, എന്ത് കാര്യമാണ് ഇതിൽ ഇഷ്ടപ്പെടാതിരുന്നത്, എങ്ങനെയാണ് ഇത് ഇമ്പ്രൂവ് ചെയ്യാൻ ചാൻസ് ഉള്ളത്, എവിടെയാണ് ഒന്ന് തെറ്റിപ്പോയത് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മനുഷ്യന്മാരാണെങ്കിൽ കുറച്ച് ഫീഡ്ബാക്ക് തരും. നീ ഇത് ചെയ്യുമ്പം അത്ര പോരാ, നീ ഇങ്ങനെ ചെയ്ത് നോക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സജഷനൊക്കെ തരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ വേറെ ആൾക്കാരോട് ചോദിക്കുന്നത് മോശമല്ല, പക്ഷേ അൾട്ടിമേറ്റ്ലി എല്ലാ കാര്യങ്ങളും വേറെ ആൾക്കാർ അപ്രൂവ് ചെയ്താലേ നമുക്ക് സന്തോഷം കിട്ടുള്ളൂ എന്നുള്ളൊരു ലൈനിലാണെങ്കിൽ നമ്മൾ നല്ല പാടുപെടും. അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ആൾക്കാരെ പ്ലീസ് ചെയ്യൽ. ആ പരിപാടി നിർത്തുമ്പോണ്ടല്ലോ, സത്യമായിട്ടും നമ്മൾ വേറെ ഒരാളായി മാറും. എനിക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു നേച്ചർ ആൾക്കാർക്ക് വരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്, കുട്ടിക്കാലത്ത് നമുക്ക് പ്രൊട്ടക്ഷനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ പാരൻസും എൽഡേഴ്സിൻ്റെ ഒക്കെ ഒരു സ്നേഹവും അവരുടെ അപ്രൂവലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ
നമ്മൾ കുറച്ചുകൂടെ സേഫ് ആയിട്ടിരിക്കും എന്നുള്ള ജെനറ്റിക് ആയിട്ടുള്ള റീസൺ കൊണ്ടായിരിക്കാം കുറേ ആൾക്കാർക്ക് ഈ പ്ലീസിങ് പ്രോബ്ലം ഉണ്ട്. നമ്മളങ്ങ് എന്താ പറയുക, അവർ ആൾക്കാർ പറയുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുക്കുക, യെസ് പറയുക, കുറച്ച് തിക്ത അനുഭവങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ഞാൻ ഈ പ്ലീസിങ് പരിപാടി അങ്ങ് നിർത്തി. എന്നാലും എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും അയ്യോ അവർ എന്നെക്കുറിച്ച് നല്ലത് വിചാരിച്ചിരുന്നെങ്കിൽ, അവർ പ്ലീസ്ഡ് ആയിരുന്നെങ്കിൽ എന്നൊരു ഉള്ളിൻ്റെ ഉള്ളിലൊരു ചിന്ത എപ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഈ അടുത്തായിട്ട് ഞാൻ അതങ്ങ് കംപ്ലീറ്റ്ലി ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഈ പ്ലീസ് ചെയ്യാൻ നിൽക്കുന്നത് നമ്മുടെ ലൈഫിനെ ഹോമിക്കുന്നതിന് തുല്യമാണ്. നമുക്ക് ഇത്തിരിയെങ്കിലും വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു കാര്യത്തിലും വേറെ ആളെ പ്ലീസ് ചെയ്യാൻ നിൽക്കരുത്. ഇപ്പോൾ കുട്ടികൾ, അവർക്ക് നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവർ സന്തോഷിക്കുമ്പോൾ നമ്മൾ അവരെ പ്ലീസ് ചെയ്യാൻ ശ്രമിക്കും. ആ തരത്തിലുള്ളൊരു പ്ലീസിങ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തൊക്കെ ആയാലും എന്താ പറയുക, അതിനൊന്നും ഒരു വിലയില്ലാത്ത ടൈപ്പ് ആൾക്കാരില്ലേ, അവരെ ഒന്നും ഒരു കാലത്തും പ്ലീസ് ചെയ്യാൻ ശ്രമിക്കരുത്. അവരേത് പൊസിഷനിലാണെങ്കിലും എന്താണെങ്കിലും അവർക്ക് നമ്മളെ ഒരു ഇൻഡിവിജ്വലായി കാണാൻ സാധിക്കുന്നില്ലെങ്കിലും, നമ്മുടെ ഒരു വേർത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വലായിട്ട് നമ്മളെ കൺസിഡർ ചെയ്യുന്നില്ലെങ്കിലും ഒരിക്കലും അങ്ങനത്തെ ആൾക്കാരെ പ്ലീസ് ചെയ്യാൻ ശ്രമിക്കരുത്. ഇത് എസ്പെഷ്യലി ഈ റിലേഷൻഷിപ്പിൽ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ പാരൻസിൻ്റെ ഭയങ്കരമായിട്ട് പ്ലീസ് ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാർ, ഇവർക്കൊക്കെ കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. കാരണം വേറെ ആൾക്കാർ വേറെ ആൾക്കാരാണ്. അവരുടെ ഇൻട്രസ്റ്റ്, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ ലൈഫ് നമുക്ക് കിട്ടിയൊരു വലിയ ക്യാൻവാസാണ്. അവിടെ നമുക്ക് വലിയൊരു ക്യാൻവാസും കുറേ പെയിൻറ്റും വെള്ളവും ഓയിൽ പെയിൻറ്റും എല്ലാ കുന്നുകളും ഉണ്ട്. നമ്മൾ അതെടുത്ത് അടിച്ച് ബ്യൂട്ടിഫുൾ ആക്കി നമ്മുടെ ലൈഫ് കളർഫുൾ ആക്കുക. അതിൽ വേറെ ആരെയും ഹേർട്ട് ചെയ്യാതിരിക്കാൻ മാത്രം ശ്രമിക്കുക. പക്ഷെ നമ്മുടെ ലൈഫിൻ്റെ വേറെ ആൾക്കാർ പ്ലീസ് ചെയ്താലേ കളർഫുൾ ആവുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നത് നമുക്ക് നമ്മളോടുള്ള ഇഷ്ടം കുറവുള്ളതുകൊണ്ടാണ്. അങ്ങനെ ആവരുത്. പിന്നെ ഇപ്പോൾ ഡിജിറ്റൽ യുഗമായപ്പോൾ ഈ സ്ക്രോളിങ് അല്ലേ, ഇൻസ്റ്റഗ്രാമിലൊന്നും ഞാൻ ആദ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ കോണ്ടൻറ്റ് ക്രിയേഷന് വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ കയറിയപ്പം ഈ ഇൻസ്റ്റഗ്രാം കോണ്ടൻറ്റ് ക്രിയേറ്റേഴ്സിനാണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുമ്പോൾ ആ വഴിക്ക് ബാക്കിയുള്ളവരുടെ എല്ലാ സാധനങ്ങളും കണ്ട് ഒരു ഇൻഫിനിറ്റ് ലൂപ്പിലൊക്കെ പെട്ടുപോകാറുണ്ടായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പം നമ്മുടെ സമയം, നമ്മൾ ജീവിച്ച് ഇത്രയും ആയല്ലോ, അയ്യോ ഇനി കുറച്ചുകൂടെ ഉള്ളൂ എന്നുള്ള ആ ബോധം കുറച്ചുകൂടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ സ്ക്രോളിങ് ഞാൻ നന്നായിട്ട് കുറച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ അതിന് ടൈമർ, നമ്മുടെ ആപ്സൊക്കെ ബ്ലോക്ക് ചെയ്യാൻ പറ്റും, അങ്ങനത്തെ സെറ്റിങ്സൊക്കെ നമ്മുടെ ഫോണിലുണ്ടാവും. അമ്മാതിരി കാര്യമൊക്കെ യൂസ് ചെയ്ത് കുറച്ച് നേരം എനിക്ക് വേണം എന്തായാലും, അത് എന്നെ ഒന്ന് പ്ലീസ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പക്ഷേ ഓവറായിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കാൻ ഞാൻ പ്രത്യേകം ശ്രമിക്കാറുണ്ട്, എസ്പെഷ്യലി കുട്ടികളുടെ അടുത്ത് വെച്ചിട്ട്. മോനൊക്കെ വരുന്നു കഴിഞ്ഞാൽ പിന്നെ സോഷ്യൽ മീഡിയ അധികം യൂസ് ചെയ്യാണ്ടിരിക്കാൻ നോക്കും. കൂടുതൽ അവൻ്റെ കൂടെ ഫിസിക്കലി പ്രസൻ്റായിട്ട്, മെൻ്റലിയും പ്രസൻ്റായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ നോക്കാറുണ്ട്. ഇത് പറയുമ്പോൾ കൂടെ പറയേണ്ട കാര്യമാണ്, രാവിലെ ഞാൻ ഫോൺ എടുത്ത് നോക്കുന്നത് അങ്ങ് നിർത്തി. എന്നുവെച്ചാൽ ഫോൺ എടുത്ത് നോക്കുന്നത് എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്, ഞാൻ ഇപ്പോഴും ഫോണിൽ പുസ്തകം വായിക്കാറുണ്ട് രാവിലെ. ചില പുസ്തകങ്ങൾ എൻ്റെ ഫോണിലാണുള്ളത്. അപ്പോൾ കൺവീനിയൻസിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ തന്നെ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ യൂട്യൂബിൻ്റെ കാര്യങ്ങൾ അതൊക്കെ നോക്കുന്നത് നിർത്തി. കാരണം നമ്മൾ രാവിലെ തന്നെ ഈ സംഭവം സ്ക്രോൾ ചെയ്താണെന്നുണ്ടല്ലോ, നമ്മുടെ ബ്രെയിൻ ആക്ച്വലി ഒന്ന് എന്താ പറയുക, വേറൊരു പ്രവർത്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മോഡലായി മാറും. അപ്പോൾ ആക്ച്വലി രാവിലെ ഇമാതിരി പരിപാടി ചെയ്യാതിരിക്കാൻ നല്ലത്. പറ്റുമെങ്കിൽ ഫിസിക്കൽ ബുക്ക് എടുത്ത് വായിക്കുക, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് നേരം വെറുതെയൊക്കെ ഇരിക്കുക, അങ്ങനെയൊക്കെ പരിപാടിയൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഡിജിറ്റൽ സ്ക്രോളിങ് കംപ്ലീറ്റ്ലി അങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇടയ്ക്ക് ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് നോക്കണം, കോഴ്സിൻ്റെ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഇതിലൊക്കെ എടുത്ത് നോക്കുക. അല്ലാണ്ട് ജനറലി ഞാൻ ബുക്സ് വായിക്കുന്നതിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അത് വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം അത്യാവശ്യം സമയം റീഡിങ്ങിനും, എന്ന് വെച്ചാൽ 1-2 പേജോ ഒരു ദിവസം തീർക്കുമ്പോൾ പതിയെ ഒരു ബുക്ക് അങ്ങനെ വായിച്ച് തീരും. അപ്പോൾ അത് എനിക്ക് നല്ലൊരു ഹാബിറ്റായിട്ട് മാറിയിട്ടുണ്ട്. പിന്നെ പ്രായമൊക്കെ അത്യാവശ്യം ആയതുകൊണ്ട് ഞാൻ ഷുഗർ കോണ്ടൻറ്റ് കഴിക്കുന്നത് നന്നായി കുറച്ചിട്ടുണ്ട്. ഫ്രൂട്ട്സ് കാര്യങ്ങളും അതിലൊക്കെ ഷുഗറുണ്ട്, അപ്പോൾ അങ്ങനത്തെ കഴിക്കാറുണ്ട്. പിന്നെ വെള്ള പഞ്ചസാര എടുത്ത് ഉപയോഗിച്ച് കഴിക്കുന്നത് ഞാൻ ഫുള്ളി നിർത്തിയെന്ന് പറയാൻ പറ്റില്ല. ഒരിത്തിരിയൊക്കെ കാപ്പിയിലൊരു ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തരിയൊക്കെ അങ്ങോട്ട് ഇടാറുണ്ട്. പക്ഷേ ഒരു സ്പൂണൊക്കെ ഇട്ടിട്ട് കുടിക്കണ കാര്യമൊക്കെ നിർത്തി. അതുപോലെ തന്നെ ഷുഗറി ഡ്രിങ്ക്സ്, ഞാൻ പെപ്സിയും കോക്കക്കോളയൊന്നും പണ്ടേ ഉപയോഗിക്കാറില്ല. ഈ അടുത്ത് പിന്നെ ഈ ജർമ്മനിയിൽ ഒരു ഫ്രിറ്റ്സ് കോള എന്ന് പറഞ്ഞ സാധനമുണ്ട്, എനിക്കത് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതും ഞാനിങ്ങനെ വല്ലപ്പോഴും ഒരു മാസത്തിലോ ഒരു 2-3 മാസത്തിലൊക്കെ ഒരിക്കൽ, എനിക്ക് തോന്നുന്നു 2-3 തവണ ഞാൻ ജീവിതത്തിൽ തന്നെ കുടിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രയും കുറവാണ് അങ്ങനത്തെ കാര്യങ്ങൾ കുടിക്കുന്നത്. അത് ആക്ച്വലി ഹെൽത്തിനെ ഇമ്പ്രൂവ് ചെയ്യുന്നുണ്ട്. ഞാൻ ഷുഗറി സ്നാക്കായിട്ട് വരുന്നത് വളരെയധികം കുറച്ചിട്ടുണ്ട്. പിന്നെ മോൻ്റെ ഒക്കെ ബാക്കി വരുമ്പോൾ ഞാൻ തന്നെ കഴിക്കും. അങ്ങനെയാണ് ആ കൺട്രോൾ അങ്ങനെ ശരിക്കാവാത്തത്. പക്ഷെ അതങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ദിവസങ്ങളിൽ കുറച്ചുകൂടെ ഒരു
എന്താ പറയുക ക്ലാരിറ്റി ബ്രെയിനിനൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. രാവിലെ തന്നെ കുറേ ഷുഗർ അടിച്ച് കയറ്റുന്ന ദിവസങ്ങളിൽ വല്ലാത്തൊരു എന്താ പറയുക ഒരു ലതാജി, ഒരു ടയർഡ്നെസ് ഒക്കെ വരാറുണ്ട്. ഇതുപോലെ വേറൊരു കാര്യം ലേറ്റ് നൈറ്റ് സ്നാക്കിംഗ് ആണ്. നമ്മൾ ലേറ്റായിട്ട് ഇരിക്കുന്ന സമയത്ത് വിശക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കച്ചറ സാധനങ്ങൾ എടുത്ത് കഴിക്കാൻ നോക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം പണ്ടുണ്ടായിരുന്നു. അത് കംപ്ലീറ്റ്ലി ഇപ്പം നിർത്തി. എസ്പെഷ്യലി ഇപ്പം ഞാൻ നേരത്തെ കിടന്ന് നേരത്തെ എണീക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് മാറിയിട്ടുണ്ട്. വൈകുന്നേരം ഞങ്ങൾ ഡിന്നർ കഴിക്കുക ഏകദേശം ജർമ്മൻസിൻ്റെ ടൈം പോലെ. അവർ നേരത്തെ കഴിക്കും. ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും അവർ ഡിന്നർ കഴിച്ചിട്ടുണ്ടാവും. ഞങ്ങളും മോൻ വന്നാൽ പിന്നെ അവനും നേരത്തെ കൊടുക്കേണ്ടതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഡിന്നർ കഴിച്ച് പല്ല് തേച്ച് വയ്ക്കും. പിന്നെ ഒന്നും അങ്ങനെ കഴിക്കില്ലല്ലോ. എന്നാലും ചില സമയത്ത് ഞാൻ വല്ല പാലൊക്കെ എടുത്ത് കുടിക്കാറുണ്ട്. അടുത്ത കാര്യം, ഇവിടെ ജർമ്മനി വന്നിട്ട് ഞാൻ കുറേ കണ്ട് പരിശീലിച്ചൊരു കാര്യമാണ്. നമുക്ക് അങ്ങനെ നോ പറയാൻ ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. ഇന്ത്യൻസിന് എസ്പെഷ്യലി നമ്മൾ അങ്ങനെ ശീലിച്ചിട്ടില്ല. അത് ഭയങ്കര റൂഡാണ് എന്ന് വിചാരിക്കുന്ന കാര്യമല്ലേ. പക്ഷേ നോ പറയേണ്ടത് എസ്പെഷ്യലി പെൺകുട്ടികൾക്ക് വളരെ അത്യാവശ്യമാണ്. ആ നോ പറയാനുള്ള ആ കരുത്ത് ജർമ്മൻസ് അങ്ങനെ ചെയ്യുന്നുണ്ടിട്ട് ഓഹോ എനിക്കും ഇങ്ങനെ നോ പറയാലോ വേണമെങ്കിൽ എന്നുള്ള ആ ഒരു ചിന്താഗതിയൊക്കെ വന്നതോടുകൂടി ഞാനും നോ പറയാൻ തുടങ്ങി. അത് ലൈഫിൽ കുറേ സമയം സേവ് ചെയ്യാനും പിന്നെ അൺവാണ്ടഡ് ആയ കാര്യങ്ങളിലേക്ക് നമുക്ക് സ്ട്രോങ് ആയിട്ട് നോ പറയാനുള്ള ഒരു കെൽപ്പ് ഉണ്ടാവാനും എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇത് കുറേയും കൂടെ ചെറിയ പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും അവരിൽ ഇൻകൾക്കേറ്റ് ചെയ്യേണ്ട ഒരു ഹാബിറ്റാണ്. നോ പറയണം. വേണ്ടാത്ത കാര്യങ്ങൾക്ക് നോ കൃത്യമായിട്ട് പറയണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനൊരു എവിടെയോ വായിച്ചാണ് ഒരു കുട്ടീനെ ഒരു അത്യാവശ്യം 10-11 വയസ്സുള്ളൊരു കുട്ടീനെ ഒരാൾ ഒരു മോശമായ രീതിയിലൊരു കോമൻറ്റ് അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു. അപ്പോൾ ഈ കുട്ടിക്ക് അത്രയും കാലം കുട്ടി അങ്ങനെ കേൾക്കാത്തൊരു ആളാണല്ലോ. ചെറിയ കുട്ടികളാകുമ്പോൾ നമ്മൾ അങ്ങനെ കേൾക്കില്ലല്ലോ. പക്ഷേ കുറച്ചുകൂടെ മുതിർന്നു വരുമ്പോൾ വേണ്ടാത്ത രീതിയിലൊക്കെ ചിലപ്പോൾ ആൾക്കാർ ഓരോന്നും പറയാൻ തുടങ്ങും. അവരുടെ ആ ലക്ഷ്യം വേറെ ആയിരിക്കും. അപ്പോൾ ആ കുട്ടിക്ക് ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ എഴുതിയ ഒരു സംഭവം. അത് നമ്മൾ നോ പറയാൻ പഠിപ്പിക്കാത്തതുകൊണ്ട് നോ ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഡോണ്ട് സേ സച്ച് തിങ്സ് ടു മീ എന്നുള്ള രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് പറയാൻ പഠിപ്പിക്കണം നമ്മുടെ കുട്ടികളെ. നോ യെസ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്ക് തോന്നുന്നത് ഇത്തിരി കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് നോ. വേറൊരു കാര്യം ടോക്സിക് റിലേഷൻഷിപ്സാണ്. നമ്മുടെ ചുറ്റുമൊക്കെ എന്തായാലും പല ടൈപ്പ് ആൾക്കാരുണ്ടാവും. അപ്പോൾ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ കുറച്ച് മാറ്റി നിർത്തുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. കാരണം എഗെയിൻ നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മൾ വെറുതെ ഇവരൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടുമോ ഞാൻ പറഞ്ഞില്ല. ഇത് അങ്ങനത്തെ ഒരു ഐഡൻറ്റിറ്റി ഞാൻ അങ്ങോട്ട് മാറ്റി. ടോക്സിക് ആണോ ഒരിത്തിരി അങ്ങോട്ട് ഇപ്പുറത്ത് നിന്നാൽ മതി, എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. നിങ്ങൾക്ക് നന്നായി പെരുമാറാൻ പറ്റും, നന്നായി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നമുക്ക് അടുക്കാം. ഇല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ ഞാനിപ്പോൾ അടുപ്പിക്കാറേ ഇല്ല. അത് ആ ആൾക്കാർക്കും പിടികിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി എന്നെ പ്രയോറിറ്റൈസ് ചെയ്യുന്നതും എൻ്റെ മെൻ്റൽ ഹെൽത്തും എൻ്റെ സന്തോഷവും പ്രയോറിറ്റൈസ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ കുറേ നല്ല മാറ്റങ്ങൾ ജീവിതത്തിലുണ്ടായി. ഇതൊക്കെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു എക്സ്ട്രീമിൽ അപ്പുറത്തോട്ട് പോയാൽ വേറെ നെഗറ്റീവായിട്ടുള്ള ക്വാളിറ്റീസ് ആവും. പക്ഷേ എൻ്റെ കേസിൽ ഞാൻ തിരിച്ചാണ്. ഈ എക്സ്ട്രീമിലേക്കുള്ളതുകൊണ്ട് എനിക്ക് കുറച്ചുകൂടെ എന്നെ പ്രയോറിറ്റൈസ് ചെയ്തേ പറ്റൂ. അപ്പം നമ്മൾ അങ്ങനെ വളരുന്നതല്ല. നീ ക്ഷമിക്കുക, നീ അങ്ങനെ ചെയ്യുക, അങ്ങനെ വളരുമ്പോൾ നമ്മളടുത്ത് എപ്പോഴും പറഞ്ഞിട്ട് നമ്മളെപ്പോഴും മറ്റേ രീതിയിലേക്കായിപ്പോയി. ഇല്ല, ഞാൻ എൻ്റെ കാര്യം നോക്കണം, വേറെ ആരും എനിക്ക് വേണ്ടി സംസാരിക്കില്ല എന്നുള്ള ആ ഒരു ബോധ്യവും പിന്നെ പൊതുവെ ആൾക്കാർ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന നല്ല സ്വഭാവമുള്ള ആൾക്കാർ ഓരോന്നൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ നോ പറയുന്നതും അതൊക്കെ കാണുമ്പോൾ ഓഹോ ഇതൊക്കെ നല്ല ഒരു സ്വഭാവങ്ങളല്ല, ഞാനും എൻ്റെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതാണല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മെല്ലെ മെല്ലെ അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയ സംഭവങ്ങളാണ്. പക്ഷെ നല്ലതാണ് കേട്ടോ. നമ്മൾക്ക് നമ്മളെ ഒന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റിയാലേ വേറെ ആൾക്കാർ നമ്മളെ റെസ്പെക്റ്റ് ചെയ്യുള്ളൂ. പിന്നെ ഞാൻ അവസാനിപ്പിച്ച വേറെ കാര്യമാണ് കുറേ കംപ്ലെയിൻ ചെയ്യുന്നത്. എനിക്കെന്ന് വെച്ചാൽ എല്ലാം ഒരു പ്രശ്നമാണ്. അവരെന്താ അങ്ങനെ ചെയ്ത്, ഞാൻ ഇത്ര നന്നായി ചെയ്തിട്ട് അവരെന്താ ഇങ്ങനെ ഈ കുറേ ഇങ്ങനെ കംപ്ലെയിൻ ചെയ്യണ ഒരു സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക്. ഞാൻ നിർത്തി. ഒന്നാമത് ഇങ്ങനെ ഉള്ള അവസരങ്ങൾ ഞാൻ കുറേ കുറച്ചു. പിന്നെ ഈ കംപ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ഒരു കാര്യമില്ല. ഇതൊക്കെ വളരെ നമ്മുടെ താത്വികമായ ഒരു അവലോകനം നടത്തി ഇതിനെ കൃത്യമായി ഖണ്ഡിച്ച് നഖത്തിൻ്റെ കായാണ് അതിനെ എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്ന ഒരു രീതിയിലേക്ക് ഇങ്ങനെ കംപ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്നാൽ ഇതിങ്ങനെ ഒരു റിപ്പീറ്റ് സൈക്കിളാവും. ആരെങ്കിലും വന്നോ അയ്യോ സാരമില്ല, ഇതൊക്കെ നമ്മൾ കുട്ടികളുടെ കാര്യങ്ങൾ, അതൊക്കെ കുട്ടികൾ പോലും ചെയ്യാറില്ല. അതൊക്കെ വിട്ട് കംപ്ലെയിനിങ് ഒന്നും അങ്ങനെ വേണ്ട. നമ്മൾ കാര്യങ്ങളൊക്കെ എന്ന് വെച്ചിട്ട് നമ്മൾ കാര്യങ്ങൾ പറയണ്ട എന്നല്ല, നമ്മുടെ അടുപ്പുള്ളവരോട് കാര്യങ്ങൾ പറയാം. പക്ഷേ ഇങ്ങനെ കംപ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഗുണവുമില്ല. മാത്രമല്ല നമ്മൾ നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യണം. പിന്നെ തുടങ്ങിയ പരിപാടിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ ചെയ്താലേ അങ്ങനെ ശരിയാവും എന്നുള്ളൊരു സിൻഡ്രോമുള്ള ആളായിരുന്നു ഞാൻ. അത് മെല്ലെ അങ്ങോട്ട് ഇറക്കി വെച്ച് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യുക. ആകെ 24 മണിക്കൂറല്ലേ ഉള്ളൂ, അതിൽ 8 മണിക്കൂർ ഉറങ്ങണ്ടേ, പിന്നെ കുട്ടിക്ക് വേണ്ടി കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണ്ടേ. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ വേറെ ആൾക്കാർക്ക് ഡെലിഗേറ്റ് ചെയ്ത് തുടങ്ങി. അതൊരു സമാധാനമാണ്. ഇപ്പോൾ ഞാനും കുറേ വർക്ക് എനിക്ക് വരാറുണ്ട് ഇടയ്ക്ക്. എന്ന് വെച്ചാൽ യൂട്യൂബ് ഈ ചാനൽ ഇംഗ്ലീഷിൻ്റെ ചാനലുണ്ട്, ഇംഗ്ലീഷിൻ്റെ കോഴ്സ് ഉണ്ട്, ഐൽസിൻ്റെ കോഴ്സ് ഉണ്ട്,
ജർമ്മൻ്റെ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാത്തിനൊപ്പം ഈ ചാനലിൽ വീഡിയോ ഉണ്ടാക്കണം. പിന്നെ ഞാൻ ആർട്ടിസ്റ്റിക്കായിട്ട് കുറച്ച് വീഡിയോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഇങ്ങനെ 24 മണിക്കൂറൊന്നും പോരാതെ വരുന്ന അവസ്ഥ വന്നപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ ഡെലിഗേറ്റ് ചെയ്ത് തുടങ്ങി. അതൊക്കെ കുറച്ച് യൂസ്ഫുള്ളാണ്. എന്നാലും എൻ്റെ കണ്ണ് എല്ലാ സ്ഥലത്തും എത്തിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷേ ഞാൻ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ കുറച്ച് അവസാനിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നത്, എന്തെങ്കിലും ഭയങ്കര ഡിഫിക്കൽട്ടാണെങ്കിൽ ഞാനത് കുറച്ച് മാറ്റി വയ്ക്കും. ഇപ്പം വേണ്ട, പിന്നെ ആയിട്ടെ, ഉപേക്ഷിക്കുന്നില്ല, മാറ്റി വയ്ക്കും. ഈ മാറ്റി വെച്ച് ഈ ടുമോറോ നെവർ കംസ് എന്നോ അങ്ങനെയൊക്കെ പറയില്ലേ, അതുമാതിരി ഇതൊരിക്കലും നടക്കാത്തൊരു കാര്യം ആയിട്ട് മാറാറുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ, രാവിലെ എണീറ്റ് ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് കുറച്ച് നേരം ബുക്ക് വായിക്കുക അല്ലെങ്കിൽ കുറച്ച് നേരം വെറുതെ ഇരിക്കുക, അങ്ങനത്തെ പരിപാടി ചെയ്യും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ആ ദിവസത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യം ഉണ്ടാവില്ലേ, അതങ്ങ് ചെയ്യും. കുറച്ച് നേരം, അരമണിക്കൂർ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ രാവിലെ ഒരു ഇന്ന സമയത്ത് എണീക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ഒരു അരമണിക്കൂർ മുമ്പ് അങ്ങ് എണീക്കും. അപ്പോൾ ആ അരമണിക്കൂർ കൊണ്ട് രാവിലത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം ചെയ്യാൻ പറ്റും. ഇത് ചെയ്യുമ്പോൾ ഭയങ്കര യൂസ്ഫുൾ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഇംഗ്ലീഷ് പഠിക്കണ കുട്ടികളുടെ അടുത്തും പറയാറുണ്ട്, അവർക്ക് ചിലപ്പോൾ ഒരു ദിവസം സമയം ഉണ്ടാവില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ പറയും, ഒരു 15 മിനിറ്റ് രാവിലെ നേരത്തെ എണീക്കാൻ പറ്റുക, ആ 15 മിനിറ്റിൽ പഠിക്കാം. എൻ്റെ കോഴ്സ് അങ്ങനെ തീർക്കാൻ പറ്റുന്ന ഒരു 15 മിനിറ്റ് എല്ലാ ദിവസവും ഇരുന്ന് പഠിച്ചാൽ മതി. 90 ഡേയ്സ് നമുക്ക് കോഴ്സ് ഏകദേശം തീർക്കാൻ പറ്റും. പിന്നെ കുറച്ച് ആൾക്കാരുടെ പഠിത്തത്തിൻ്റെ വേരിയേഷൻ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് നമുക്ക് പിന്നെ കോമ്പൻസേറ്റ് ചെയ്യാം. പക്ഷേ ബേസിക് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഈ 15 മിനിറ്റ് 90 ഡേയ്സിന് മാറ്റി വെച്ചാൽ പഠിക്കാൻ പറ്റും. ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്നുള്ള കാര്യം തന്നെ അവരുടെ അടുത്ത് പറയണത്, എന്തെങ്കിലും ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് അത് ചെയ്തേ പറ്റൂ. പക്ഷേ എങ്ങനെ പോയിട്ട് സമയം കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സമയം ഉണ്ടാക്കാൻ പറ്റിയൊരു സംഭവം, രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു 15 മിനിറ്റ് അങ്ങോട്ട് മൂവ് ചെയ്യുക. ആ 15 മിനിറ്റ് രാവിലെ എണീറ്റ് ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക. നോക്കി എത്ര പെട്ടെന്ന് അതിൽ പ്രോഗ്രസ് ഉണ്ടാവുമെന്ന് അറിയോ. അടുത്ത കാര്യം, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, സ്പെൻഡിങ്. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഞാൻ അങ്ങോട്ട് വാങ്ങിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവമായിരുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ വലിയ വലിയ സംഭവം, ഇപ്പോൾ എനിക്ക് വലിയ BMW കാറൊക്കെ ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിക്കാറില്ല, എൻ്റെ കയ്യിൽ അത്രയും കാശില്ലാത്തതുകൊണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത്, നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ചെറിയ എന്തെങ്കിലും കുന്തമാണെങ്കിലും ഞാൻ എടുത്ത് വാങ്ങിക്കും. ഈ ഒരു സ്വഭാവം വളരെ മോശമാണ്. കാരണം വീട്ടിൽ വെറുതെ സാധനങ്ങൾ അങ്ങോട്ട് കൂടി വൃത്തികേടാവും. ചില സമയത്ത് ഭംഗിയുള്ള എന്തെങ്കിലുമൊക്കെ ഷോക്കേസിലൊക്കെ വെക്കാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങളായിരിക്കും. പണ്ടൊക്കെ ആണെങ്കിൽ ഞാനത് എപ്പോഴേ വാങ്ങിച്ചിട്ടുണ്ടാവും. പക്ഷേ ഇപ്പം ഞാൻ ആലോചിക്കുക, ഇത് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ച് അതവിടെ ഇരുന്ന് പൊടി പിടിച്ച് പിന്നെ ഒരു വർഷം കഴിഞ്ഞ് ഞാൻ അതിനെക്കുറിച്ച് എന്തായിരിക്കും എൻ്റെ ഒരു മനോഭാവം, ആ ഒരു ആലോചനയെ തന്നെ ആ സാധനം ഞാൻ പിന്നെ വാങ്ങിക്കില്ല. അപ്പം അങ്ങനെ കുറച്ച് ഈ വാങ്ങിക്കുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടെ സൂക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാശും കുറച്ചുകൂടെ നന്നായി സേവ് ആവുന്നുണ്ട്. എസ്പെഷ്യലി ക്ലോത്ത്സിൻ്റെ കാര്യങ്ങൾ കേട്ടോ, ഞാനിത് വളരെയധികം ശ്രദ്ധിക്കേണ്ടത്. നല്ല മെറ്റീരിയൽ, അപ്പോൾ അതിന് വില കൂടുതലാണെങ്കിൽ ഞാനിപ്പോൾ ഒന്നും ഈ ചീത്ത സാധനങ്ങളൊന്നും വാങ്ങിക്കാണ്ട് സേവ് ചെയ്ത് വെച്ച് നല്ല വില ഉണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയുള്ള കാര്യങ്ങൾ തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കാറുണ്ട്. കുട്ടികളുടെ ഡ്രസ്സ് ഞാനത് ഫോളോ ചെയ്യാറില്ല. കാരണം ഇപ്പോൾ ഒരു സൈസാണെങ്കിൽ പിന്നെ 3 ദിവസം കഴിഞ്ഞാൽ അടുത്ത സൈസാണ്. അപ്പോൾ അവിടെ നമുക്ക് ഒരു നോർമൽ കാര്യങ്ങൾ വാങ്ങിച്ചെങ്കിൽ മുന്നോട്ട് പോവുക, ഭയങ്കര ഫാൻസി വാങ്ങിക്കാൻ നിൽക്കാറില്ല. പക്ഷേ മുതിർന്നവരുടെ കാര്യങ്ങളിലൊക്കെ പിന്നെ നല്ല ക്വാളിറ്റി ഐറ്റംസ് അതന്നെ എപ്പോഴും വാങ്ങിക്കാണ്ട് ആവശ്യമുള്ള സാധനങ്ങൾ നോക്കിയിരുന്ന് നല്ല നമുക്ക് ഇഷ്ടമുള്ള ആ രീതിയിൽ കിട്ടുകയാണെങ്കിൽ മാത്രം വാങ്ങിക്കുക, അഡ്ജസ്റ്റ് ചെയ്ത് വാങ്ങിക്കുന്നത് നിർത്തി. പിന്നെ എൻ്റെ കാശ് പോകുന്ന കാര്യങ്ങൾ, ഞാൻ കോൺഷ്യസ് ആയിട്ട് കാശ് സ്പെൻഡ് ചെയ്യാൻ വിചാരിച്ച കുറച്ച് കാര്യമാണ് നല്ല ഫുഡ്. പൊതുവെ കുറച്ചുകൂടെ പ്രോട്ടീനുള്ള ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സ്, നട്ട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പൊതുവെ കുറച്ച് എക്സ്പെൻസീവ് ആയിരിക്കും. പക്ഷെ നല്ല ഫുഡിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ കുട്ടികളുടെ ഹെൽത്ത് ആണെങ്കിലും നമ്മുടെ ഹെൽത്ത് ആണെങ്കിലും ഒക്കെ അത് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആവും അല്ലേ. നമ്മൾ ഈ ആശുപത്രിയിൽ പോയി കിടന്ന് കുറേ കാശ് അവിടെ കൊടുക്കണേക്കാളും നല്ലതല്ലേ നല്ല ഫുഡിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഹെൽത്തിയായി ഹാപ്പിയായി ജീവിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ സ്പെൻഡിങ് കൂട്ടി. അത് പക്ഷേ നല്ലൊരു കാര്യമായിട്ട് ഇൻറ്റൻഷനലി ഒരു സ്പെൻഡിങ് തുടങ്ങിയതാണ് ഞാൻ. അതിൽ ഞാൻ ഹാപ്പിയുമാണ്. പണ്ട് കുറേ ഇങ്ങനെ എന്താ പറയുക, കുറച്ച് സ്നാക്സും, ഇപ്പോൾ സ്നാക്സ് വാങ്ങിക്കുന്നില്ല എന്നല്ല കേട്ടോ, സ്നാക്സ് ഇപ്പോഴും വാങ്ങിക്കാറുണ്ട്. പക്ഷേ പണ്ട് കുറേ അധികം കൂടിയിരുന്നു. ഫ്രൂട്ട്സും നട്ട്സൊക്കെ കുറച്ച് കുറവായിരുന്നു, ഇപ്പോൾ അത് കുറച്ചുകൂടെ കൂട്ടിയിട്ടുണ്ട്. വേറൊരു കാര്യം, കുറേ ഞാൻ എൻ്റെ സമയം സ്പെൻഡ് ചെയ്തിരുന്നത് പണ്ടത്തെ കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ടാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പണ്ടത്തെ കാര്യങ്ങൾ അത്ര വലിയ സന്തോഷം തരുന്ന കാര്യങ്ങളൊന്നും അല്ല, പക്ഷേ അതിലൊരു ആനന്ദം കണ്ടെത്തിയിരുന്നു ഞാൻ. ഇങ്ങനെ വെറുതെ പണ്ടത്തെ ദുഃഖകരമായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ദുഃഖിക്കുക, വെറുതെ ദുഃഖിക്കുക, അതിലൊരു സന്തോഷം. എനിക്കറിയില്ല എല്ലാവരും അങ്ങനെ ചെയ്യാറുണ്ടോയെന്ന്, പക്ഷേ ആ പരിപാടി ഞാൻ നിർത്തി. കുറച്ചുകൂടെ ഈ മൊമെൻറ്റിൽ ജീവിക്കാൻ ശ്രമിക്കാനല്ല ആൾക്കാർ പറയാറ്. ഈ മൊമെൻറ്റിൽ അങ്ങനെ എപ്പോഴും ജീവിക്കാറില്ല. എന്നാലും പാസ്റ്റിൽ ദുഃഖങ്ങൾ അങ്ങനെ ആലോചിച്ച് അങ്ങനെ അതിരിക്കണം, അതൊക്കെ നിർത്തി. പാസ്റ്റിലെ സന്തോഷകരമായ സംഭവങ്ങൾ ഞാൻ ആലോചിക്കാറുണ്ട്. പാസ്റ്റിൽ ദുഃഖങ്ങൾ ഇടയ്ക്ക് വരും കേട്ടോ. അന്ന് എന്തൊരു ഭീകരമായിരുന്നു എന്നുള്ള രീതിയിൽ ഞാൻ ആലോചിക്കാറുണ്ട്. പക്ഷേ കുറേ നേരം ഇങ്ങനെ അതിങ്ങനെ ബ്രൂഡ് ചെയ്ത് ഇരിക്കുന്നത് ഞാൻ നിർത്തി. ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കാറുണ്ട്. പക്ഷേ കുറച്ചുകൂടെ നമ്മൾ ഒരു തലയിലൊരു നമ്മുടെ കണ്ണിനൊക്കെ ഒരു മാറ്റം വരും. നമ്മൾ ഈ ഒരു നിമിഷത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴും ഇപ്പോഴത്തെക്കുറിച്ച് ഒന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ നോക്കുന്നത് പോലും മാറും. ആ ഒരു ലെവലിലേക്ക് ഞാൻ പ്രസൻറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി ശ്രമിക്കാറുണ്ട്.
അതുപോലെ വേറൊരു കാര്യം ഞാൻ ചെയ്യുന്നത് കുറച്ചുകൂടെ അപ്പിയറൻസ് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ പണ്ടങ്ങനെ മേക്കപ്പ് സാധനങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാറുണ്ടോയെന്ന് ചോദിച്ചാൽ എന്തൊക്കെയോ ഒരു തട്ടിക്കൂട്ടൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എനിക്ക് ഇന്നത് വേണം, ഭയങ്കര മേക്കപ്പിൽ ഫോക്കസ്ഡ് അല്ല ഞാൻ. എന്നാലും ഒരു ബേസിക് ആയിട്ട് നല്ല രീതിയിൽ കാണാൻ നടക്കുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് കൂടുതൽ വരും. അപ്പോൾ കുറച്ചുകൂടെ അങ്ങനെ നല്ല ഭംഗിയുള്ള രീതിയിലുള്ള ഡ്രസ്സിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കംഫർട്ടബിളും എന്നാൽ കാണാൻ കുറച്ച് എലഗൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഡ്രസ്സിങ്. അതുപോലെ ഞാൻ പെർഫ്യൂം നല്ല എനിക്ക് വളരെ ഇഷ്ടമാവുന്ന ടൈപ്പ് ഒരു പെർഫ്യൂം ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. അതൊക്കെ നല്ലതാണ് കേട്ടോ. നമുക്ക് നമ്മുടെ സ്മെൽ നല്ലതാകുമ്പോൾ തന്നെ നമുക്കൊരു ഒരു സന്തോഷമാണ്. എല്ലാ ദിവസവും കുളിച്ചാൽ മാത്രം അങ്ങനെ സ്മെൽ നന്നാവണമെന്നില്ല. ഞാൻ എല്ലാ ദിവസവും കുളിക്കുന്ന ആളാണ്, പക്ഷേ ഞാൻ നന്നായിട്ട് വേർക്കുകയും ചെയ്യും. അപ്പം അത്ര വലിയ നല്ല സ്മെല്ലൊന്നും ഉണ്ടാവില്ല. പക്ഷേ പെർഫ്യൂം യൂസ് ചെയ്യുന്നത് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വേറൊരു കാര്യം, എനിക്ക് പുറത്തിറങ്ങി പോകുമ്പോൾ ഭയങ്കര പേടിയാണ്. ഇതെങ്ങനെ ഞാൻ എത്തുക, എവിടെയാ, അങ്ങനെ ഭയങ്കര ഒരു ഡിപ്പെൻഡൻ്റ് ആവാനുള്ളൊരു ടെൻഡൻസി എനിക്ക് ഉണ്ടാവാറുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിക്കും, പിന്നെന്താ, ഞാനങ്ങ് പോട്ടെ, എവിടെ എത്താനാ, എവിടെയെങ്കിലും എത്തിയില്ലെങ്കിൽ ഞാനങ്ങ് കണ്ടുപിടിക്കും, ആൾക്കാരോട് ചോദിക്കും. അങ്ങനെ എന്താ പറയുക, കുറച്ചുകൂടി ഇൻഡിപെൻഡൻ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് ആക്ച്വലി ഫണ്ണാണ് കേട്ടോ. നമ്മൾ കുറച്ചുകൂടെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനും ഇൻഡിപെൻഡൻ്റ് ആവാനും. ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ എപ്പോഴും നമുക്ക് എന്തോ ഒരു എന്താ പറയുക, നമ്മൾ പോരാന്നൊരു ഫീലിംഗ് വരും. ഇൻഡിപെൻഡൻ്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ സൂപ്പറാകുന്നൊരു ഫീലിംഗും വരും. അടുത്ത കാര്യം, ആൾക്കാർ എന്തെങ്കിലും പറയുമ്പോൾ അത് ഭയങ്കര പേഴ്സണലായിട്ട് എടുക്കുന്നത് എനിക്ക് ഇത്തിരി കൂടുതലായിരുന്നു. ഇപ്പോൾ ആൾക്കാർ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്നെ ഉദ്ദേശിച്ചൊന്നായിരിക്കില്ല, പക്ഷേ അയ്യോ ആയിരിക്കുമോ, അങ്ങനെ ഒരു എന്താ എന്നോട് അങ്ങനെ പറഞ്ഞേ, അങ്ങനെയൊക്കെ ചിലപ്പം അവർ വേണമെന്ന് വെച്ച് പറഞ്ഞായിരിക്കും, ചിലപ്പോൾ വേണ്ട അങ്ങനെ അറിയാണ്ട് പറഞ്ഞു പോയതായിരിക്കും. രണ്ടാണെങ്കിലും ഞാൻ ഇതിനെക്കുറിച്ച് ഇപ്പം അത്രയും ബോധേഡല്ല. എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. കാരണം ഈ പറഞ്ഞ മാതിരി പ്ലീസിങ്ങിൻ്റെ ഒരു സബ് പോയിൻ്റായിട്ട് വരും ഇത്. ആൾക്കാർക്ക് അവർ തോന്നുന്ന കാര്യങ്ങൾ പറഞ്ഞോട്ടെ, അതിനുള്ള ഫ്രീഡം അവർക്കുണ്ട്. എനിക്ക് അതിൽ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങളും ഞാൻ തിരുത്തണം എന്ന് തോന്നുന്ന കാര്യങ്ങളും മാത്രമേ എടുത്താൽ മതി. അല്ലാതെ ഇത് മുഴുവൻ വേവിച്ച് തിന്ന് തലയിൽ കൊണ്ടു നടക്കേണ്ട കാര്യം എനിക്കില്ല എന്നുള്ള കാര്യം ഞാൻ വളരെ ക്ലിയർ ആക്കി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. എഗെയിൻ താത്വികമായിട്ടൊരു അവലോകനം നടത്തിയിട്ട് വേണ്ടതെടുക്കുക, ഇല്ലാത്തത് കളയുക. വേറെ ഞാൻ നിർത്തിയേക്കണത്, ഞാൻ ദേഷ്യം എനിക്ക് ഭയങ്കര കൂടുതലുള്ള ആളാണ്. ചിലപ്പോൾ എന്നെ യൂട്യൂബിലൊക്കെ കാണുന്ന ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ടാവും എനിക്ക് ഇത്ര ദേഷ്യം പിടിക്കുമെന്ന്. എൻ്റെ അത്ര ദേഷ്യം പിടിക്കുന്ന വേറൊരാളെ ഞാൻ കണ്ടിട്ടില്ല സത്യം പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ദേഷ്യമാണ്, ഭയങ്കര ദേഷ്യം. ആ ദേഷ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു കൺട്രോളും കിട്ടാറില്ല. പക്ഷേ ഞാൻ ആകെ മാറി. അത് ഒരു കാരണം മോനാണ്. നമ്മുടെ ക്ഷമയുടെ എല്ലാ തലത്തിലുള്ള നെല്ലിപ്പലകയും പിള്ളേർ പരീക്ഷിക്കും. അതിൽ നിന്നാണ് എനിക്ക് ഇത്രയും ക്ഷമ പറ്റൂലേ എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായത്. പിന്നെ ഞാൻ ദേഷ്യം വരുമ്പോൾ തന്നെ ഞാൻ ചിന്തിക്കാറുണ്ട്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, എൻ്റെ ഇപ്പോൾ ഹെൽത്ത് മോശമാവും, എന്തിനാ പോണോ, ആ വഴിക്ക് പോകണോ എന്നുള്ളത് ഞാൻ തന്നെ വേണ്ട, പാട്ടെ എന്ത് വെള്ളമായിക്കോട്ടെ എന്നുള്ള രീതിയിലേക്ക് ഞാൻ ദേഷ്യം നമ്മൾ ചിന്തിക്കേണ്ട കാര്യങ്ങളാണോ, വേറെ ആരുടെ ആണെങ്കിൽ നമ്മളെന്തിനെ തലയിലെടുക്കണേ എന്നുള്ള രീതിയിൽ ചിന്ത പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് അത് കാരണം കുറച്ചുകൂടെ ബെറ്റർ ആവുന്നുണ്ട്. മറ്റേത് ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ചുമയും തൊണ്ടവേദനയൊക്കെ വരുന്ന ഒരാളായിരുന്നു. എൻ്റെ യൂട്യൂബ് വീഡിയോ ഇംഗ്ലീഷിൻ്റെ ചാനൽ കാണുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ഞാൻ ഇടയ്ക്കിടയ്ക്ക് തൊണ്ട ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ശബ്ദം മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു. ഇപ്പം എനിക്കത് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണോ ഇനി വരാൻ പോണേ ഇത് പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും. പക്ഷേ ഇപ്പം അത് കാരണമാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ഒരു പീസ് ഓഫ് മൈൻഡ് ആൻഡ് ഹാപ്പിനെസ് ഉണ്ട്. മറ്റൊരു കാര്യം, ഫോണിൽ നോട്ടിഫിക്കേഷൻ ഞാൻ കംപ്ലീറ്റ്ലി ഓഫാക്കി വെച്ചിട്ടുണ്ട്. അത് ചില സമയത്ത് ബുദ്ധിമുട്ടാണ്, കാരണം വീട്ടിൽ നിന്നൊക്കെ അത്യാവശ്യം വിളിച്ചു കഴിഞ്ഞാൽ പോലും കിട്ടില്ല, അല്ലെങ്കിൽ മെസ്സേജ് കാണില്ല. പക്ഷേ ഞാൻ നിർത്തി, കാരണം എവിടുന്നാണ് ഇത് വരുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് എല്ലാം നിർത്തി. ആവശ്യമുള്ള സമയത്ത് ഇടയ്ക്ക് ഞാൻ നോക്കും, ആ സമയത്ത് കാണുകയാണെങ്കിൽ റിപ്ലൈ കൊടുക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ അങ്ങനത്തെ നോട്ടിഫിക്കേഷൻസ്, ഇൻസ്റ്റാഗ്രാം, അതെല്ലാം കംപ്ലീറ്റ്ലി ഓഫാക്കി വെച്ചപ്പോൾ എന്തൊരു സമാധാനം. ആവശ്യമുള്ളപ്പോൾ മാത്രം നമ്മൾ നമ്മുടെ ടൈമിന് ഇനി നോക്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കും. അല്ലാത്ത സമയത്ത് നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ കൺട്രോളിൽ, നമ്മുടെ ടൈം നമ്മുടെ കൺട്രോളിലാക്കി വെക്കാൻ നമ്മൾ ശ്രമിക്കുക. ആകെ ഉള്ളത് നമുക്ക് നമ്മുടെ സമയമാണ്, നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന്. അത് നമ്മളിങ്ങനെ എന്താ പറയുക, വെറുതെ ഇങ്ങനെ പുഴയിലത്തെ മണൽ പോലെ ഇങ്ങനെ ഒഴുകാൻ വിട്ടാൽ അതങ്ങനെ ഒഴുകി പോവും. പിന്നെ ഒരു കാര്യം, രാവിലെ എണീക്കുന്ന അലാമാണ്. ഇപ്പം ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഞാനൊരു അലാം സെറ്റ് ചെയ്തിട്ടുണ്ട് എണീക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് എണീറ്റില്ലെങ്കിൽ പിന്നെ അന്ന് ഉണരുമ്പോൾ ഉണരട്ടെ, അങ്ങനെ വേറെ അലാമില്ല, സ്നൂസ് ചെയ്യലില്ല. കാരണം ചിലപ്പോൾ ഈ സ്നൂസ് ചെയ്യാൻ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ടയേർഡായിട്ടായിരിക്കും. അപ്പം നമ്മൾ ആവശ്യത്തിന് ഉറക്കം കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ക്ഷീണവും, പിന്നെ അന്ന് തീരെ പ്രൊഡക്റ്റീവ് ആയിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു അലാം വെക്കുക, സ്നൂസ് ചെയ്യുന്ന ഓപ്ഷൻ എടുത്ത് കളഞ്ഞു, ഓഫാക്കുക മാത്രം. ഓഫാക്കിയിട്ട് പിന്നെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ നടന്നു പോകേണ്ട ഒരു സമയത്ത് എണീക്കാൻ നമുക്ക് പറ്റുന്നുണ്ട്. അത് പറ്റിയില്ലെങ്കിൽ ഞാൻ ആ സമയത്ത് ഒരു അലാം വെക്കാറുണ്ട്.
ഇപ്പം അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഈ രീതി അങ്ങ് മുന്നോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് സ്നൂസിങ് അങ്ങ് നിർത്തി. സ്നൂസിങ് ഉള്ള സമയത്ത് എന്തൊരു ക്ഷീണമായിരുന്നു നമുക്ക്. ഇത് സ്നൂസ് ചെയ്ത് ഇങ്ങനെ നമുക്ക് ഉറങ്ങണം എന്ന് ആഗ്രഹം കൊണ്ട് പറ്റൂല. കുറച്ച് ഉറക്കം പിടിക്കുമ്പോഴേക്കും അലാം അടിക്കും. ആ പരിപാടി ഞാൻ നിർത്തിയപ്പോൾ തന്നെ ഒരു സമാധാനമുണ്ട്. വേറൊരു കാര്യം ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓരോ ടാസ്ക്കും എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്യാനുണ്ടെങ്കിൽ അതിന് ഞാനൊരു പോമഡോറോ ടൈമർ വെക്കും. അപ്പോൾ ഒരു സമയം ഇത്ര അരമണിക്കൂർ കൊടുക്കും, ആ അരമണിക്കൂർ ഇരുന്ന് ചെയ്യുക. അപ്പോൾ അങ്ങനെ ടൈം ബോക്സ് ചെയ്യുമ്പോൾ എനിക്ക് എൻ്റെ ഓരോരോ ടാസ്കിന് എത്ര സമയം എടുത്തു എന്നുള്ളത് അറിയാൻ പറ്റും. പിന്നെ ആ സമയത്തിനുള്ളിൽ തീർക്കണം, അത് കഴിഞ്ഞാൽ പിന്നെ സമയം കഴിഞ്ഞു എന്നുള്ള രീതിയാകുമ്പം ആ സമയം കുറച്ച് വൃത്തിക്ക് ഇരുന്ന് പണിയങ്ങ് നടക്കും. ഈ കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുള്ളതുകൊണ്ട് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുമ്പോഴേ നടക്കുള്ളൂ. ഇല്ലെങ്കിൽ ഒരു ദിവസം ഒരു 5-6 ടാസ്ക് അങ്ങോട്ട് വെക്കും, ഒന്നും നടക്കില്ല. ഇപ്പോൾ ടൈം ബോക്സ് ചെയ്യുമ്പം പരിപാടി കുറച്ചുകൂടി നടക്കാറുണ്ട്. അതുപോലെ വേറൊരു കാര്യം ചെയ്യാറുള്ളത്, ഞാൻ കുറേ കാര്യങ്ങൾ ഒരു ദിവസം പ്ലാൻ ചെയ്യും. ഇത് ഒന്നും നടക്കില്ല, അതിൽ ഒറ്റ കാര്യം പോലും ചിലപ്പോൾ നടക്കില്ല. അപ്പോൾ അത് ഞാൻ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ട് ഇന്ന് ഇത് ചെയ്യാൻ പറ്റും, ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്, അപ്പോൾ അത് ചെയ്ത് തീർക്കുക എന്നുള്ള രീതിയിൽ ടാസ്കുകൾ സെറ്റ് ചെയ്യാറുണ്ട്. അത് കുറച്ച് ഹെൽപ്ഫുൾ ആവാറുണ്ട് കേട്ടോ. പിന്നെ ഞാൻ സ്ഥിരം ഇപ്പോൾ ചെയ്യുന്ന പരിപാടി എഴുതി വെക്കും. എനിക്ക് ഫോണിലോ കാര്യങ്ങളിലോ വെച്ചിട്ട് കാര്യമില്ല. ഞാൻ ടൈമർ ഫോണിൽ വെക്കും, പക്ഷേ എന്തൊക്കെ ചെയ്യണം അന്ന് എന്നുള്ളത് തലേ ദിവസം രാത്രി ഞാൻ എഴുതി വെച്ചിട്ട് പിറ്റേ ദിവസം ഞാൻ രാവിലെ ഇത് അപ്പം നമുക്ക് ആലോചിച്ച് രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരു ബോധം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആലോചിച്ച് ഇന്ന് എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിച്ചുണ്ടാക്കാണ്ട് പേപ്പറിൽ എഴുതി വെക്കുന്നുണ്ട്. അതിത് അങ്ങനെ ചെക്ക് ലിസ്റ്റായിട്ട് ഞാൻ എഴുതി വെക്കും. അപ്പോൾ അത് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് യൂസ് ആവാറുണ്ട് കേട്ടോ. പിന്നെ ജേർണലിങ് നല്ല വൃത്തിക്ക് ഞാൻ എല്ലാ ദിവസവും ചെയ്യാറുണ്ട്. ഓരോ ദിവസം എന്താ നടന്നേ അങ്ങനത്തെ കാര്യങ്ങൾ ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യുക, ഒരു ദിവസം എന്തൊക്കെ നടന്നു. ഇനിയിപ്പോൾ വീക്ക്ലി മന്ത്ലി ഒക്കെ അതിൽ കൂടെ ഒന്ന് പോയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നടന്നു, എന്തൊക്കെ വിചാരിച്ചത് സാധിച്ചില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ അനലൈസ് ചെയ്യാൻ വേണ്ടി ആ ജേർണലിങ് ഒന്നുകൂടെ മെച്ചപ്പെടുത്താൻ ആഗ്രഹമുണ്ട്. അതിൻ്റെ പ്ലാനിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. പക്ഷേ ജേർണലിങ് തുടങ്ങിയത് തന്നെ ലൈഫ് നന്നായിട്ട് ഒരു ഹാപ്പിനെസ് ഉണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ എന്താണ് ചെയ്യുന്നത്, എവിടേക്കാണ് പോകണമെന്നുള്ളൊരു കൺട്രോൾ നമ്മുടെ കയ്യിലുണ്ട്. പണ്ട് എനിക്ക് എൻ്റെ ഒരു വലിയ മോശമായ കാര്യം എന്താണെന്ന് അറിയോ, ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഭയങ്കരമായിട്ട് അയ്യോ അത് കാരണമാണ് കേട്ടോ, ഇത് പറ്റിയില്ല കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ആൾക്കാർക്കിത് എന്താ പറയുക, എന്തിനാ ഇത്രയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നൊരു ഫീലിംഗ് പറയുന്നുണ്ട്. എൻ്റെ സത്യസന്ധത ഞാൻ കാണിക്കണം എന്നൊക്കെയുള്ള ഭയങ്കര ഒരു ആത്മാർത്ഥമായ ആഗ്രഹമൊക്കെ കുറച്ച് കൂടുതലായിരുന്നു എന്ന് ചിലപ്പോൾ തോന്നാറുണ്ട്. ഇത്രയൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് അതൊക്കെ നിർത്തി. ഒരു നോ പറഞ്ഞാൽ അത് നോ, ഇനി അതിൻ്റെ അപ്പുറത്ത് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല. ചില സമയത്ത് നമുക്ക് വരാൻ പറ്റില്ല, അപ്പോൾ ഇന്നത് കാരണം കൊണ്ട് അങ്ങനെ പറയേണ്ട കാര്യമില്ല. നോ വരാൻ പറ്റില്ല, അത്ര തന്നെ. ആ ബൗണ്ടറീസ് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. അത് നമ്മുടെ ഒരു റൈറ്റാണ്. നമ്മുടെ ജീവിതം അങ്ങനെ എല്ലാവരുടെയും ജീവിതം അല്ലല്ലോ. ചില ആൾക്കാർക്ക് നമ്മൾ എന്താ പറയുക കടപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക, നമുക്ക് മനസ്സിലാക്കാം. അല്ലാത്ത കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരു നോ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് എക്സ്പ്ലനേഷൻ പലപ്പോഴും ആവശ്യമില്ല എന്നുള്ള കാര്യം റിയലൈസ് ചെയ്തിട്ട് അതൊന്ന് ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ പണ്ട് ഞാൻ കുറേ ഇരിക്കുമായിരുന്നു. ഞാൻ മെഷീൻ ലേണിംഗ് എഞ്ചിനീയർ ആയിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ കുറേ ഇരുന്ന് പണിയെടുക്കേണ്ട, കോഡിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇരുന്ന് പണിയെടുക്കേണ്ടല്ലേ. എഡിറ്റിംഗ് ആണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഇരുന്ന് പണിയെടുക്കണം. ഇപ്പോൾ ഞാൻ ഒരു സ്റ്റാൻഡിങ് ചെയർ വാങ്ങിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ബാർബർ ഷോപ്പിലൊക്കെ അവരിങ്ങനെ കറങ്ങി തിരിഞ്ഞ് ചെയ്യാറില്ലേ, അങ്ങനത്തെ ഒരു സംഭവം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാം, ആവശ്യമുള്ളപ്പോൾ ഇരിക്കാം. അങ്ങനെ നിന്നിട്ടും വർക്ക് ചെയ്യാവുന്ന രീതിയിൽ കുറച്ച് നിന്ന് ചാരിയിട്ടോ അങ്ങനെ നല്ലൊരു സെറ്റപ്പ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ ഹെൽത്തിന് നല്ലതാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഹെൽത്ത് വൈസ് ഉള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ അതുപോലെ ചെയ്യാറുള്ള കാര്യം, ഒരു 5 മിനിറ്റെങ്കിലും ഒരു കുട്ടി എക്സസൈസ് എങ്കിലും ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പോൾ നമ്മൾ പ്രായമാവും തോറും വെച്ചാൽ നമ്മളിപ്പോൾ അങ്ങനെ പ്രായത്തിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയല്ലേ, ആ സമയത്ത് നമ്മുടെ ഹെൽത്തിന് നമ്മൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ ഞാൻ ഒരു നിന്നിട്ട് ചെയ്യാവുന്ന ഒരു 5 മിനിറ്റ് എക്സസൈസിൽ ഞാൻ തുടങ്ങും. കുറച്ചുകൂടി സമയമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ പല യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട് എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് എക്സസൈസിൽ. ഇപ്പോൾ ഒരു എക്സസൈസ് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടമാവണമെന്നില്ല, ചില കാര്യങ്ങൾ ഇഷ്ടമാവും. അപ്പോൾ ഞാൻ അവിടുത്തെ എല്ലാം കുറച്ചെടുത്തിട്ട് എൻ്റെ ഓണൊരു എക്സസൈസ് റൂട്ടീൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ എല്ലാ ദിവസവും ഫോളോ ചെയ്യാറ്. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ചെയ്യാം, കുറച്ചുകൂടി സമയം ഉണ്ടെങ്കിൽ 10 മിനിറ്റ് ചെയ്യാം. അങ്ങനെ ഞാൻ ഓരോരോ എന്താ പറയുക സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്, ഓരോരോ സ്റ്റെപ്സ് ആക്കിയിട്ട്. അപ്പോൾ അത് ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ കുറച്ചുകൂടെ യോഗ ചെയ്യാറുണ്ട്. മെഡിറ്റേഷൻ വേണ്ടിയിട്ട് ഒരു ആപ്പ് വാങ്ങിച്ചു, അപ്പോൾ അത് ചെയ്യാറുണ്ട്. ഈ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുമ്പോഴേ, ഞാൻ ആദ്യമൊക്കെ എനിക്ക് മെഡിറ്റേഷൻ ചെയ്യുമ്പം എനിക്കൊരു ഇത്തിരി ആങ്സൈറ്റി കൂടും. ബ്രീത്ത് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അപ്പോഴേ എൻ്റെ തലയിൽ ഇങ്ങനെ ഓരോരോ ചിന്തകൾ വന്നു തുടങ്ങും. പക്ഷേ ഇപ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക, ഇപ്പോൾ മെഡിറ്റേഷൻ മോശമാവുകയാണെങ്കിൽ മോശമായിക്കോട്ടെ എന്നുള്ളൊരു ഫീലിങ്ങിലാണ് ഞാനിപ്പോൾ മെഡിറ്റേഷൻ തുടങ്ങുന്നത്. ജസ്റ്റ് നമ്മൾ അതങ്ങ് ചെയ്യുക, കൂടുതൽ ആലോചിക്കേണ്ട, നന്നായിട്ട് ചെയ്യാൻ ആലോചിക്കേണ്ട, അത് പറ്റാവുന്ന പോലെ മാത്രം മതി, അത് തന്നെ ഒരു വിക്ടറി ആണ് എന്നുള്ള രീതിയിൽ എഴുതാൻ തുടങ്ങിയപ്പോൾ കുറച്ചുകൂടെ സിമ്പിളായിട്ട് മെഡിറ്റേഷൻ നടന്നു പോകുന്നുണ്ട്. പിന്നെ ഞാൻ ചെയ്യുന്നത്, എനിക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം
പഠിക്കണം പുതിയത് എന്നുള്ളത്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും എന്തെങ്കിലും ഒരു കാര്യം പുതിയത് പഠിക്കണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ജർമ്മൻ നടക്കുന്നുണ്ട്. ജർമ്മൻ കുറച്ചുകൂടി നല്ല അഡ്വാൻസ് ലെവലിൽ പഠിക്കണം. അതുപോലെ തന്നെ വീഡിയോസ് എടുക്കുന്നതും എഡിറ്റിങ്ങും അതും കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാ രീതിയിലും നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട്. അതും എൻ്റെ ജീവിതത്തിൽ പണ്ട് ഞാൻ അധികം ചെയ്യാതെ ഇല്ലാത്ത കാര്യമാണ്. എന്തെങ്കിലും ആയിക്കോട്ടെ, നമുക്ക് പറഞ്ഞു വെച്ചിട്ടുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളൊരു ലൈനായിരുന്നു ഞാൻ. അത് മാറി. അപ്പോൾ തന്നെ നമുക്ക് എനിക്കറിയില്ല, ബാക്കി കാര്യങ്ങളില്ലേ അതൊക്കെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് കൊണ്ടാവണം ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ തന്നെ പറ്റുന്നത്, അല്ലെങ്കിൽ അതിങ്ങനത്തെ ടാസ്കുകളൊക്കെ ഏറ്റെടുക്കാൻ പറ്റണത്. ഇല്ലെങ്കിൽ ഇപ്പോൾ അയ്യോ അതൊന്നും എന്നെ കൊണ്ടാവില്ല എന്നുള്ള ലൈനിലായിരിക്കും നമ്മൾ ചിന്തിക്കണേ. അപ്പോൾ ഈ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇതിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വന്നത് ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നിട്ട് വലിയ ഡിഫറൻസ് ഉണ്ടാക്കിയിട്ടുണ്ടോ ജീവിതത്തിൽ? അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും അറിയാൻ ആഗ്രഹമുണ്ട്. താഴെ പറയൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പറയണേ. എന്തൊക്കെ ടൈപ്പ് വീഡിയോസാണ് ഇനി വേണ്ടത് എന്നുള്ള കാര്യവും പറഞ്ഞോളൂ. അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.